ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ ലൈൻസിന്റെ അല്ലേ, ലൈൻസ് ആൻഡ് ആംഗിൾസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാം, പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് നിങ്ങൾ ചെറുപ്പത്തൊട്ടേ പഠിക്കുന്നതായിരിക്കും അല്ലേ? എന്താ പാരലൽ ലൈൻസ്? എന്താ പാരലൽ ലൈൻസ്? എന്താ പാരലൽ ലൈൻസ്? എന്താ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയുന്നത് എപ്പോഴാ? എങ്ങനെയാവുമ്പോഴാ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയുന്നത്? ക്രോസ് ആയിട്ട് വരുമ്പോഴാണോ? അത് അതിൽ വാം അപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. Two or more straight lines are said to be parallel to each other if they lie in the same plane and do not meet when produced on either side. രണ്ട് ലൈൻസ്, രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പാരലൽ ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? അത് രണ്ടും സെയിം പ്ലെയിനിൽ ഉള്ളതായിരിക്കണം. ആൻഡ് അതിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ലൈനിനെ മീറ്റ് ചെയ്യരുത്. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ ഈക്വൽ ഇൻ എവറി പോയിന്റ്. രണ്ട് ലൈൻസിന്റെ ഏത് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലും, ഡിസ്റ്റൻസ് നോക്കിയാലും അതിന്റെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. എങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ കാണിച്ചു തരാം. രണ്ട് ലൈൻസ്, ഇതൊരു ലൈൻ, അതിന് തൊട്ടടുത്ത് വേറൊരു ലൈൻ. ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഏത് പോയിന്റിൽ നോക്കിയാലും ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ലൈൻസിനെയാണ്, ഇങ്ങനെയുള്ള രണ്ട് ലൈൻസിനെയാണ് നമ്മൾ ഇതാ എങ്ങനെ നോക്കിയാലും ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈ ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. സെയിം പ്ലെയിനിലായിരിക്കണം. ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ മറ്റേ ലൈനിനെ ഒരിക്കലും മീറ്റ് ചെയ്യരുത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്വേഴ്സൽ. ട്രാൻസ്വേഴ്സൽ എന്താ ട്രാൻസ്വേഴ്സൽ? A line that intersects two or more lines at distinct points is called transversal. A line that intersects two or more lines at distinct points is called a transversal. രണ്ടോ അതിലധികമോ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന വേറൊരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Transversal. A line that intersects two or more lines at distinct points is called transversal. അതായത് രണ്ടോ അതിലധികമോ ലൈൻസ് ഏതെങ്കിലും ഡയറക്ഷനിൽ പോകുന്നതായിക്കോട്ടെ, അതിനെ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ. ഇപ്പൊ ഇങ്ങനെ കുറെ ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതൊന്നും പാരലൽ ആവണമെന്നില്ല. ഇങ്ങനെയുള്ള കുറെ ലൈൻസ് ഇതിനെ മീറ്റ് ചെയ്യുന്ന വേറൊരു ലൈൻ, എല്ലാ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന, വേറെ വേറെ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്ന മറ്റൊരു ലൈൻ, ഈ ലൈനിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഈ റെഡ് ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്വേഴ്സൽ.
എല്ലാത്തിന്റെയും മേളിൽ കൂടി വരയ്ക്കുന്നത്. എല്ലാ ലൈനിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. അങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയാ? ട്രാൻസ്വേഴ്സൽ. ഇനി ആംഗിൾസ് മെയ്ഡ് ബൈ ട്രാൻസ്വേഴ്സൽ. രണ്ട് ട്രാൻസ്വേഴ്സൽ ലൈൻസിന്റെ ഒരു ട്രാൻസ്വേഴ്സലിന്റെ ആംഗിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. രണ്ട് ലൈൻസ് പാരലൽ ആവണമെന്നില്ല. ഇത് അതിന്റെ ട്രാൻസ്വേഴ്സൽ. ഓക്കെ, ഇവിടെ ഏതൊക്കെ ആംഗിൾസ് വരുന്നേ? ഏതൊക്കെ ആംഗിൾസാ വരുന്നേ? 1, 2, 3, 4. ഇവിടെ 4 ആംഗിൾസ്. അടുത്തത് ഇവിടെ 4 ആംഗിൾസ് വരുമല്ലോ. 5, 6, 7, 8. ടോട്ടൽ ഒരു ട്രാൻസ്വേഴ്സൽ, രണ്ട് ലൈനിനെ മീറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സലിന് 8 ആംഗിൾസ് വരും. ഓക്കെ, ഇനി ഇതില് കുറെ പേര് നമുക്ക് ആംഗിൾസിന്റെ കുറെ പേര് പഠിക്കാനുണ്ട്. പേജ് നമ്പർ 117. പേജ് നമ്പർ 117. അതിനകത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നെയിംസ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട്. നെറ്റ് പോയതാ? കുഴപ്പമില്ല, നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. പുതിയ ചാപ്റ്റർ പാരലൽ ലൈൻസ്. അതിൽ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങേ തുടങ്ങിയിട്ടുള്ളൂ. മിസ്സേ, എനിക്ക് ക്ലിയർ അല്ല മിസ്സേ. അവിടെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാന്ന് വെച്ചാല് ഈ ട്രാൻസ്വേഴ്സ് മീറ്റ് ചെയ്യുന്ന രണ്ട് ലൈൻസ് ഇല്ലേ, ആ ലൈൻസിന്റെ അകത്ത് വരുന്നതിനെയാണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. അതായത് 3, 4, 5, 6 ഈ 4 ആംഗിൾസ് ആണ് ഇന്റീരിയർ ആംഗിൾസ്. ഇപ്പൊ ഇങ്ങനെ രണ്ട് ലൈൻസ് പോകുന്നു, ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സിൽ വരുന്നു. അപ്പൊ ആ ലൈനിന്റെ അകത്ത് വരുന്നത്, ആ രണ്ട് ലൈൻസിന്റെ അകത്ത് വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6. ഈ 4 എണ്ണമാണ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? അത് നേരെ പുറത്ത് വരുന്നത് 1, 2, 8, 7. ഈ 4 എണ്ണമായിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾ. ഇനിയൊക്കെ പേഴ്സാ പഠിക്കാനുള്ള. പേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. പേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് അതായത് ഒരേ ഡയറക്ഷനിൽ വരുന്ന ആംഗിൾ. ഒരേ ഡയറക്ഷനിൽ വരുന്ന ആംഗിൾ എന്ന് വെച്ചാല് ഇതാ, ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ. ആംഗിൾ 1 ഒന്ന് നോക്കിയേ. ഇതേ ഡയറക്ഷനിൽ വരുന്ന ആംഗിൾ ഈ സെറ്റ് ഓഫ് ആംഗിൾസിലും ഈ സെറ്റ് ഓഫ് ആംഗിളും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പേഴ്സ് പറയാം. ഇതേ ഡയറക്ഷനിൽ ഇവിടെ വരുന്നതാണ് ആംഗിൾ 5 അല്ലെ? ഒരേ വശത്തേക്കല്ലേ അത് തുറന്നിരിക്കുന്ന, ആംഗിൾ തുറന്നിരിക്കുന്നത്. ഈ ആംഗിളിന്റെ ഡയറക്ഷൻ, ഈ ഹാൻഡിന്റെ ആമിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഈ ആമിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഒരാമിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഒരാമിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അപ്പം 1ഉം 5ഉം ആണ് ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ. അതേപോലെ 2 and 6, ആംഗിൾ 2 and 6 ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ്. നെക്സ്റ്റ് 4 and 8, 4 and 8. 4 ഇതിന് താഴെ വരുന്നു, 8ഉം ഇതിന് താഴെ വരുന്നു. പിന്നെ 3 and 7, 3 താഴെ റൈറ്റ് സൈഡിൽ വരുന്നു, 7ഉം താഴെ റൈറ്റ് സൈഡിൽ വരുന്നു.
ഇതിനാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. ഇനി pairs of alternate interior angles. Pairs of alternate interior angles. Alternate എന്ന് വെച്ചാൽ തിരിച്ചു വെക്കുന്നത് അല്ലേ? Alternate interior angles. Interior angles ഏതൊക്കെ? 4, 3, 5, 6. 4, 3, 5, 6 ആണ് interior angles. ഇതിൽ alternate interior angles എന്ന് വെച്ചാൽ 4 and 6. ഇങ്ങനെ വരുന്നത് ഇൻഡു പോലെ വരുന്നത് 4 and 6 ഉം 3 and 5. 4 ഉം 6 ഉം 3 ഉം 5 ഉം ആണ് എന്ത്? alternate interior angles. ഇനി alternate exterior angles ആണെങ്കിലോ? exterior angles 1, 2, 8, 7. alternate exterior angles ആണെങ്കിലോ 1 and 7, 2 and 8. ഇതൊക്കെയാണ് alternate exterior angles. ഇനി pairs of interior angle on the same side of the transversal. Pairs of interior angles on the same side of the transversal. Transversalന് ഒരേ സെയിം സൈഡിൽ വരുന്ന pairs of interior angles 4 and 5 ഉം 3 and 6 ഉം. ഇതാണ് ട്രാൻസ്വേഴ്സൽ. ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ട്രാൻസ്വേഴ്സൽ. അതിന്റെ സെയിം സൈഡിൽ വരുന്ന ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ 4 and 5, 3 and 6. ഓക്കെ. ഇനി ഇതേപോലൊരു ഡയഗ്രാം തന്നാൽ ഇത്രയും ആംഗിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ട് ലൈൻസ്, ഒരു ട്രാൻസ്വേഴ്സൽ, എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഏതൊക്കെയാ പറയണ്ടേ? ഇന്റീരിയർ ആംഗിൾസ്, എക്സ്റ്റീരിയർ ആംഗിൾസ്, corresponding angles, alternate interior angles, alternate exterior angles, interior angles on the same side of transversal. ഇത്രയും ആംഗിൾസ് ഒന്ന് കണ്ടുപിടിച്ച് എഴുതി നോക്കിയേ. alternate interior angles ഏതൊക്കെ? DF, CE. Okay, alternate exterior angles AG, BH, AG യും BH. Any interior angles on the same side of the transversal? DE, CF, DE. Okay. DE. അപ്പൊ ഇത് മനസ്സിലായല്ലേ? ഇന്റീരിയർ ആംഗിൾസ്, എക്സ്റ്റീരിയർ ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. മിസ്, എനിക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് മനസ്സിലായില്ല മിസ്സേ. കറസ്പോണ്ടിങ് ആംഗിൾസ് മനസ്സിലായില്ല? ഓക്കെ, നോക്കാം. ഇവിടെ ഇപ്പോ ഈ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ നോക്കണേ. ഇതാ ഈ ഒരു ആംഗിൾ, ആംഗിൾ 1. ഇതേ ഷേപ്പിൽ വരുന്ന, ഇതേപോലെ ഇതേ ഷേപ്പിൽ വരുന്ന, അതേ ആംഗിൾ മെഷർമെന്റ് ആവണമെന്നില്ല, ഇതേപോലെ ഇതിപ്പോ ഈ ഒരു ലൈനിനെ ഈ ട്രാൻസ്വേഴ്സിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷനിൽ വരുന്ന ആംഗിൾ ആണ്. അതേപോലെ രണ്ടാമത്തെ ലൈനിലെ ആ ട്രാൻസ്വേഴ്സിൽ ക്രോസ് ചെയ്യുമ്പോൾ ആ പോർഷനിൽ ആ ഒരു സൈഡിൽ വരുന്ന ആംഗിളിനെ
കൺസിഡർ ചെയ്താൽ ഈ രണ്ട് ആംഗിൾസ് ആണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ അതുപോലെ ഈ ഒരു ലൈനിൽ ആദ്യത്തെ ലൈനിനെ നമ്മള് ട്രാൻസ്വേഴ്സൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ വരുന്ന ആംഗിൾ റൈറ്റ് സൈഡിൽ മുകളിൽ വരുന്നത്, അതേപോലെ തന്നെ താഴെയുണ്ട്, താഴത്തെ ലൈനിനുണ്ട് റൈറ്റ് സൈഡിൽ മുകളിൽ വരുന്ന ആംഗിൾ. ഓക്കെ, ഇങ്ങനെ വരുന്ന ആംഗിൾസ് ആണ് എന്ത് കറസ്പോണ്ടിങ് ആംഗിൾസ്. മനസ്സിലായോ? നെക്സ്റ്റ് we have to study angles formed when a transversal cuts two parallel lines. നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഒരു ട്രാൻസ്വേഴ്സൽ ഏതെങ്കിലും രണ്ട് ലൈൻസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ആംഗിൾസ് മാത്രമാണ്. നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ആംഗിൾസ് ഫോംഡ് when a transversal cuts two parallel lines. രണ്ട് പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പം ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ കുറെ ആംഗിൾസ്. ഈ ആംഗിൾസ് എല്ലാം പാരലൽ ലൈൻസിലും വരും. എന്നാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുമ്പോ ഇതിനകത്ത് ആംഗിൾസ് എല്ലാം ഡിഫറെന്റ് മെഷർമെന്റിലാണ് വരുന്നത് അല്ലെ. 1ഉം 5ഉം സെയിം മെഷർമെന്റ് അല്ല, 4ഉം 8ഉം സെയിം മെഷർമെന്റ് അല്ല. എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആയിട്ടുള്ള മെഷർമെന്റാണ് വരുന്നത്. എന്നാൽ പാരലൽ ലൈൻസിന്റെ കേസിൽ ആ ആംഗിൾസിന് ചില പ്രത്യേകതകളുണ്ട്. ഇപ്പൊ രണ്ട് പാരലൽ ലൈൻസ്, അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ ക്രോസ് ചെയ്യുന്നു. ഒരു ട്രാൻസ്വേഴ്സൽ ക്രോസ് ചെയ്യുന്നു. ഇവിടെ വരുന്ന ആംഗിൾസ് ഏതൊക്കെ? 1, 2, 3, 4, 5, 6, 7, 8. ഇത്ര ആംഗിൾസ് ആണ് പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്യുമ്പോഴും വരുന്നത്. പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ ക്രോസ് ചെയ്യുമ്പോൾ 8 ആംഗിൾസ് വരുന്നു. ഇനി ഇതിലുള്ള ചില പ്രത്യേകതകളുണ്ട്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ മെഷർമെന്റ് എടുത്ത് നോക്കിയാൽ കോൺ 1 ഈക്വൽ ടു കോൺ 5 ആയിരിക്കും. 1ഉം 5ഉം 2, 6, 4, 8, 3, 7 ഇതൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. Okay, then the angles of each pair of alternate interior angles are equal. Alternate interior angles are also equal. അപ്പൊ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെ? ഈക്വൽ ആയിട്ട് വരുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സൽ ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെ എന്താ? alternate interior angles. Alternate interior angles-ഉം ഏതൊക്കെ alternate interior angles? 4 and 6, 3 and 5. Alternate interior angles-ഉം ഈക്വൽ ആയിരിക്കും. പിന്നെ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അടുത്ത പ്രത്യേകത the sum of each pair of interior angles on the same side of the transversal is 180. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും.
interior angles, each pair of interior angles equal ആയിരിക്കും. Sum of each pair of interior angles on the same side of the transversal is 180 degree. ഒരു ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യം ഇത്. ഒന്നെന്താ the angles of each pair of corresponding angles are equal. Corresponding angles equal ആയിരിക്കും. The angles of each pair of alternate interior angles are equal. Alternate interior angles equal ആയിരിക്കും. Next, the sum of each pair of interior angles on the same side of the transversal is 180 degree. ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ 4ഉം ആംഗിൾ 5ഉം കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ആംഗിൾ 3ഉം ആംഗിൾ 6ഉം കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടും. അതാണ് the sum of each pair of interior angles on the same side of the transversal is 180 degree. ആ മൂന്ന് കാര്യങ്ങൾ റിസൾട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കൂ. പേജ് നമ്പർ 117 ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ബോക്സിന്റെ അടുത്ത് തന്നെയുണ്ട്. The above results may be summarized as follows. അതിൽ 1, 2, 3 നമ്പർ കൊടുത്തിട്ടുണ്ട്. The angles of each pair of corresponding angles are equal. The angles of each pair of alternate interior angles are equal. The sum of each pair of interior angles on the same side of the transversal is 180 degree. Okay. സോൾഡ് എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. പേജ് നമ്പർ 118 ഹോംവർക്ക് ഇപ്പൊ ചെയ്യാനൊന്നുമില്ല, നാളെ തരാം ഹോംവർക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, ബൈ, നാളെ കാണാം.